എല്ലാവർക്കും നമസ്കാരം. നൈപുണ്യ IAS അക്കാഡമി കലൂരിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ മാസത്തിൽ കറണ്ട് അഫയേഴ്സിൽ വന്ന കുറച്ച് സ്പീഷീസിനെ പറ്റിയാണ്. ആദ്യമായിട്ട് ഡോൾ എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ വന്നതെന്ന് നമുക്ക് നോക്കാം. ഡോൾ അഥവാ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്, റെഡ് ഫോക്സ്, റെഡ് ഡോഗ് അല്ലെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ഡോഗ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ആനിമല് നമുക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയാം. ഇവർക്കൊരു റെഡ് കോട്ടും അതുപോലെ റൗണ്ടഡ് ഇയേഴ്സും പിന്നെ ഇവരുടെ ടെയിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബുഷി ടെയിലുമാണ് ഇവർക്കുള്ളത്. ഇവർ കറണ്ട് അഫയേഴ്സിൽ വരാൻ കാരണം ഇവർ 2011 നാഗാലാൻഡിൽ അവസാനമായിട്ട് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കലി എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു എന്ന് വിചാരിച്ചെങ്കിലും റീസെന്റ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇവർ ആസാമിൽ കസിരംഗ റീജിയനിൽ പിന്നെയും ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇവർ മെയിൻ ആയിട്ട് കാണുന്നത്. ഈ മാപ്പ് നോക്കിയാൽ അറിയാം, ഇന്ത്യ, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, തായ്ലൻഡ് പോലത്തെ റീജിയൻസിലാണ് ഇവർ കൂടുതലായിട്ടും കാണുന്നത്. ആൻഡ് ഇവർ മേജറായിട്ട് ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ്, ഹാബിറ്റാറ്റ് ലോസ്, പ്രേ ഡിപ്ലീഷൻ, ഇതൊക്കെ പല ഡെവലപ്മെന്റ് പ്രോജക്ട്സ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. അതുപോലെ ഹണ്ടിങ്, പിന്നെ ഡിസീസസ്, അതുപോലെ വേറെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വേറെ കുറച്ച് ത്രെറ്റ്സ്. പിന്നെ ഇവരുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ IUCN ഇവരെ എൻഡേഞ്ചേർഡ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2 ആൻഡ് WPAയിൽ ഷെഡ്യൂൾ 2. നമ്മൾക്ക് ഇവിടെ ഇന്ത്യയിൽ മാത്രമാണ് ലോക്കലി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് വിചാരിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എൻഡേഞ്ചേർഡ് എന്ന ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ അപ്പൻഡിക്സ് 2, ഷെഡ്യൂൾ 2 ഒക്കെ ഇതുപോലെ എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്തൊരു സ്പീഷീസ് ആണ് എംപറർ പെൻഗ്വിൻ. എംപറർ പെൻഗ്വിൻ, നമ്മൾ പലപ്പോഴും പെൻഗ്വിൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന ഇമേജ് ഈ ഒരു പെൻഗ്വിൻ ആയിരിക്കും. ഇവരുടെ ഒരു ഹൈറ്റ് ഒരു 1.3 മീറ്റേഴ്സ് വരെ വരും. അതുപോലെ വൺ ഓഫ് ദ ടോളസ്റ്റ് ഹെവിയസ്റ്റ് സ്പീഷീസ് ആണ്. പെൻഗ്വിൻസിൽ തന്നെ അങ്ങനത്തെ ഒരു സ്പീഷീസ് ആണ്. അതുപോലെ ഇവർ ഫ്ലൈറ്റ്ലെസ് ആണ്, പറക്കാനുള്ള കഴിവില്ല. ആൻഡ് ഇവർക്കൊരു അന്റാർട്ടിക് വിന്റേഴ്സിലാണ് ഇവർ ബ്രീഡ് ചെയ്യുന്നത്. അതൊരു യുണീക്ക് കാര്യമാണ്. കാരണം ജനറലി പെൻഗ്വിൻസ് സ്പ്രിംഗ് അല്ലെങ്കിൽ സമ്മർ സീസണിലാണ് ബ്രീഡ് ചെയ്യുന്നത്. അതുപോലെ 3 eggs വരെ ഇവർ ലേ ചെയ്യാം. ബട്ട് ഈ ഒരു എംപറർ പെൻഗ്വിൻ മാത്രം 1 egg ആണ് ലേ ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ ഡീപ്പ് ഡൈവിംഗ് എബിലിറ്റീസും ഇവരെ സഹായിക്കുന്നുണ്ട്. ന്യൂസിൽ വരാൻ കാരണം അന്റാർട്ടിക് സീയിൽ ഐസ് മെൽറ്റ് ചെയ്തിട്ട് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇവർക്ക് അതൊരു സർവൈവൽ ത്രെറ്റൻ ചെയ്ത് ഇരിക്കുവാണ്. ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയിൽ തന്നെ എസ്പെഷ്യലി റോസ് സീ ആൻഡ് വെഡൽ സീയിലാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഈ റെഡ് ഡോട്ട്സ് നോക്കിയാൽ കാണാം വെഡൽ സീ ആൻഡ് റോസ് സീയിലാണ് ഇവർക്ക് കൂടുതലും കോളനീസ് ഉള്ളത്. ആൻഡ് ജനറലി നമ്മൾ പെൻഗ്വിൻസ് നോക്കുകയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലാണ് ഇവരെ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ഒരൊറ്റ സ്പീഷീസ് മാത്രം, അതായത് ഗാലപാഗോസ് പെൻഗ്വിൻ മാത്രം ഇക്വേറ്ററിന്റെ നോർത്ത് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേറെ ത്രെറ്റ്സ് അഗെയിൻ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് മേജർ ത്രെറ്റ്സ്. ആൻഡ് ഇവരുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിയർ ത്രെറ്റൻഡ് ആണ്. ഇനി നമുക്ക് നേരത്തെ 2 പഠിച്ച സ്പീഷീസ് വെച്ച് കുറച്ച് MCQs അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് വായിച്ചു നോക്കാം. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ് ഓപ്ഷൻ എന്ന് നിങ്ങൾ നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് എംപറർ പെൻഗ്വിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലേക്ക്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.